PM. AM. ഇനി ഞങ്ങളുടെ 5 ദിവസം ബക്രീദിൻ്റെ ഹോളിഡേയ്സ് ആണല്ലോ ദുബായിൽ. അപ്പോൾ വെറുത്തിരിക്കുമ്പോൾ ഷവർമ തിന്നാൻ തോന്നി. അത് ഓർഡർ ചെയ്തു, ഷവർമ ഓപ്പൺ ചെയ്തു. ആൻഡ് ലിജു ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് റെട്രോ മൂവി കാണുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ദുബായിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പോയിൽ ചെയ്യുന്നത് ആഗ്രഹമുള്ളത് ഓർഡർ ചെയ്ത് അപ്പം തന്നെ റൂമിൻ്റെ മുന്നിലെത്തുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ ഇവിടുത്തെ ബോയ്സിൻ്റെ കൂടെ കുറച്ച് ഷോപ്പിംഗ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ കടയിലോട്ട് കയറി. അതാണ് ഡേ ടു ഡേ. ഇവിടുന്ന് കുറേ സാധനങ്ങൾ കണ്ണ് തള്ളുന്ന റേഞ്ചിനാണ് ഉള്ളത്. കുറേ ടീഷർട്ട്സ്, കുറേ പാൻറ്റ്, കുറേ ഷൂസ്. അപ്പോൾ ഇതൊക്കെ ഓഫർ പ്രൈസസാണ്. 10 ദിറംസ്, 15 ദിറംസ്, 9 ദിറംസ്, 7 ദിറംസ് അങ്ങനെ. ആ കടയിൽ നിന്നും കൂടി മാറി നെക്സ്റ്റ് കടയിലോട്ട് പോക്കായി. അങ്ങനെ റോഡ് മുറിക്കാൻ വേണ്ടി കുറേ നേരം നിന്നു. ഈ ട്രാഫിക് കൊണ്ട് അതും പറ്റിയില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ രണ്ടാമത്തെ കടയിൽ വന്നപ്പോൾ അതിലപ്പുറം ഓഫർ. ഹണിയൊക്കെ 3 ദിറംസും മയണൈസ് 1 ദിറം. പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറില്ല. ഏതായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സെക്ഷനാണ് ഇത്. പിന്നെ നമ്മുടെ മെയിൻ സാധനം ചിക്കൻ, അതും ഓഫറുണ്ടായി 7 ദിറംസ്. അങ്ങനെ ലിജോ അതെല്ലാം കറങ്ങി കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് ഈ കാണുന്നത്. പക്ഷേ എനിക്ക് വൈറ്റ് ടൂത്ത് ഭയങ്കര ഇഷ്ടമാണ്. ബാംഗ്ലൂരിൽ ഞാൻ ഇത് വാങ്ങിക്കുമ്പോൾ അതിനൊരു ഡിഫറെൻറ്റ് ഫ്രേഗ്രൻസ് ആയിരുന്നു. ഇവിടുന്ന് വാങ്ങിയപ്പോൾ അത് വേറെന്തോ ഒരു ഫ്രേഗ്രൻസ് ആയിപ്പോയി. പക്ഷേ കുഴപ്പമില്ല. കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ റൂമിൽ ബിരിയാണി ഉണ്ടാക്കി വെച്ചായിരുന്നു. ചെറിയൊരു മുട്ട ബിരിയാണി. ബക്രീദൊക്കെ അല്ലേ. പിന്നെയും രാത്രി 1-1:30 മണിയായപ്പോൾ വെളിയിൽ പോകാനൊരാഗ്രഹം. പിന്നെയും ഇവരുടെ കൂടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ പേരിൽ എവറിഡേ സെൻറ്ററിലോട്ട് പോയി. ഇതാണ് പോകുന്ന വഴിക്കുള്ള സീൻ. ഏറ്റവും ഭംഗിയുള്ളത് ഇതാണ്. ദുബായിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, വെളിച്ചം. ഇന്ത്യയിലാണെങ്കിൽ ഒരു ബൾബ് ഇടാൻ കിടന്ന് അടി കൂടും. പക്ഷേ ഇവിടെ കണ്ടോ വെളിച്ചം, ഇതാണ് ഏറ്റവും ബെസ്റ്റ് തിങ്. പിന്നെ ബൊമ്മകൾ ഞാൻ എടുത്തെടുത്ത് ലാസ്റ്റ് ലിജോയും കൂടെ അതേപോലെ ആയിപ്പോയി. എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സ്പോട്ടാണിത്, ഈ സോഫ്റ്റ് ടോയ്സ് എന്ന് പറയുന്നത്. നമ്മളവിടെ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ 10 മണിക്ക് ശേഷം ഒന്നും എങ്ങും വിടില്ലായിരുന്നു. ഇവിടെ 10 മണിക്ക് ശേഷം വീട്ടിലോട്ടേ കയറില്ല രാത്രി. അതേപോലെയായി ലൈഫ്. ബട്ട് ഇത് ഭയങ്കര ഒരു ഫ്രീഡമാണ്, ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ലെവൽ ഹാപ്പിനെസ്സാണ് ഇങ്ങനെ ജീവിക്കുമ്പോൾ. ഈ എവറിഡേ സെൻറ്റർ എന്ന് പറയുന്ന ഭയങ്കര വലിയ കടയാണ് കേട്ടോ. ഭയങ്കര ഓഫറുകളും കാര്യങ്ങളാണ്. ഇവിടെ ബില്ലിങ്ങിന് കയറിയപ്പോൾ 3-3:30 Shopping 3:30 PM. PM. AM. ഒരു 4 മണിയായപ്പോഴത്തേക്കും അവിടെ നിന്ന് വിട്ട് പിന്നെയും ഒരു റോള് കഴിച്ച് എങ്ങനെയൊക്കെയോ വാങ്ങിയ സാധനങ്ങളൊക്കെ പിറക്കി 4-4:30 ആയപ്പോഴത്തേനും റൂമിലോട്ട് നടന്ന് കയറിപ്പോയി. പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി ഗൈസ്.